ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമുക്കിന്ന് 2 SL ആണ് ഉണ്ടായിരുന്നത്. ഫ്രീ ഗ്രൂപ്പിലത്തെ കാര്യമാണ് പറയണത്. പെയ്ഡ് ഗ്രൂപ്പിലും SL തന്നെയാണ്. ഒരു SL വേറെ വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 3 SL ആണ്. അപ്പോൾ ടോട്ടൽ 3 SL ആണ്. എനിക്കും പേഴ്സണലി SL തന്നെയാണ്. ഇതാണ് നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ട്. നിങ്ങൾ അമേരിക്കൻ മാർക്കറ്റ് അതിലൊരു ഡൗൺഫോൾ നിങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടിട്ടുണ്ടാകും. അതിനുശേഷം എല്ലാവരും എക്സ്പെക്ട് ചെയ്തേക്കുന്നത് നല്ലൊരു ഫോളാണ് നിഫ്റ്റിയിൽ. പക്ഷേ ഇന്ന് അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല. നിഫ്റ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും 58 രൂപയാണ്, 58 പോയിൻറ്റ്സാണ് നിഫ്റ്റി ഇടിഞ്ഞേക്കണത്. അപ്പോൾ അതിനും മാത്രം ഡൗൺഫോൾ ഉണ്ടായിട്ടില്ലേ. നാളെ എക്സ്പീരി ആണ്. അപ്പോൾ ചിലപ്പോൾ നാളെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് ഹോൾഡായേക്കാണ് നിഫ്റ്റി എന്ന്. ഹോൾഡിങ് തീരുമ്പോൾ അതിനനുസരിച്ചിട്ട് നല്ല മൊമെൻറ്റുകൾ വരും. പക്ഷേ അങ്ങനെ എക്സ്പെക്റ്റേഷൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എനിക്കതിനെ പ്രത്യേകിച്ച് എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. നമ്മൾ ക്യാൻഡിൽസിൻ്റെ ഒപ്പമാണ് മൂവ് ചെയ്യണത്. അപ്പോൾ SLൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട പൊസിഷനിൽ തന്നെയാണ് ട്രേഡ് എടുക്കുന്നത്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ SL 10 പോകാനാണ് വയ്ക്കണത്. അത് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്യുമ്പോൾ തന്നെ അത് SL അടിച്ച് പോവുകയാണ്. ബേസിക്കലി അങ്ങനെ നടക്കാറില്ല. മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ നടക്കുന്നത്. ഒരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. സപ്പോർട്ടിൽ നിന്ന് അടുത്ത റെസിസ്റ്റൻസ് വരെ പോയിട്ടില്ല. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ഡേയുടെ അവിടേക്ക് മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും അതപ്പോൾ തന്നെ SL പോവുകയാണ്. അപ്പോൾ അതാണ് കാരണം. നിങ്ങൾ ഈ കാണുന്നതാണ് 25,330 25,156 എൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ആ യെല്ലോ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലൈനാണ്. അത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒന്നല്ല. അപ്പോൾ ആ ഗ്രീൻ ലൈനാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. നിങ്ങളോട് നോക്കിയാൽ മതി. ഫസ്റ്റ് ക്യാൻഡിൽ 5 മിനിറ്റ് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈയിലേക്ക് വരെ നിഫ്റ്റിക്ക് മര്യാദയ്ക്കൊന്നും മൂവ് ചെയ്യാൻ പറ്റണില്ല. കറക്റ്റ് ഒരു സപ്പോർട്ട് എടുത്ത് പിന്നെ കറക്റ്റ് ആ ഹൈയിലേക്കാണ് മാർക്കറ്റ് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് റിവേഴ്സിൽ പിന്നെയും കയറും റിവേഴ്സിൽ. അങ്ങനത്തെ സീനാരി നടക്കണ കാരണമാണ് ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 2-3 SL വന്നു കഴിഞ്ഞ് നിർത്തുക. അങ്ങനത്തെ ദിവസത്തെ പരിപാടി അത്ര ഉള്ളൂ കാര്യം. പിന്നെ പിറ്റേ ദിവസം നോക്കാമെന്നുള്ളൂ. അപ്പോൾ ഇതിൽ ടോട്ടൽ പറയാനാണെന്നുണ്ടെങ്കിൽ അതാണ് SLൻ്റെ കാര്യം. അതാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചു തരാനൊന്നുമില്ല. 2-3 ടോടൊക്കെ SL തന്നെയാണ്. പ്രോഫിറ്റ് ഒന്നും കിട്ടുന്ന വകുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രൊഡിക്ഷൻസും എക്സ്പെക്റ്റേഷൻസും മാർക്കറ്റിൽ നിന്ന് ഇടിയും. 300 പോയിൻറ്റ് 400 പോയിൻറ്റ് മാർക്കറ്റ് ഇടിയും. അമേരിക്കൻ മാർക്കറ്റ് ഇടിഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്നറിയില്ല. മോർണിംഗിൽ തന്നെ ഡൗ ജോൺസ് 300 പോയിൻറ്റ് 400 പോയിൻറ്റ് പ്ലസ് ആണ്. ഫ്യൂച്ചേഴ്സാണ് പറയണത് കേട്ടോ. ഡൗ ജോൺസ് ഫ്യൂച്ചേഴ്സ് 300-400 പോയിൻറ്റ് പ്ലസ് തന്നെയാണ്. അപ്പോൾ മാർക്കറ്റിൽ അവിടെ ഒരു അൺസർട്ടനിറ്റി വന്നു. വെള്ളിയാഴ്ച 800 പോയിൻറ്റ് മൈനസ് ആയിട്ടുള്ള ഡൗ ജോൺസ് ഇന്ന് ഫ്യൂച്ചേഴ്സ് ഓപ്പൺ ചെയ്തപ്പോൾ 400 പോയിൻറ്റ് പ്ലസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വേരിയേഷൻ അവിടെ തന്നെ വന്നു. അത് മാർക്കറ്റിലും കണ്ടുവന്നു. അത്ര ഉള്ള കാര്യം. അൺസർട്ടനിറ്റിയാണ് അവിടെ വരുന്നത്. 3 ട്രേഡ് ചെയ്തിട്ടുണ്ട്. സെൻസസ് നിഫ്റ്റി 2 സിയും ബി ഉണ്ട്. സെൻസസ് ഒരു പിയും കൂടി ഉണ്ട്. അങ്ങനെ ടോട്ടൽ ഞാൻ ഫ്രീ ഗ്രൂപ്പിലത്തും പെയ്ഡ് ഗ്രൂപ്പിലത്തെ ട്രേഡ് ഞാൻ എടുത്തിട്ടുള്ള കാര്യമാണ് പറയണത് കേട്ടോ. ടോട്ടൽ എനിക്ക് ലോസാണ്. അപ്പോൾ ഇത് വലിയ ലോസാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3 ട്രേഡിൽ കിട്ടാവുന്നൊരു ലോസ് തന്നെ ഉള്ളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പം തന്നെയാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. ഞാൻ എടുക്കണം ലോട്ട് ഇത്തിരി കൂടുതലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് 10 പോയിൻറ്റ് നമുക്ക് നിഫ്റ്റിയിൽ SL ഉള്ളൂ. അതും കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ വലിയ ലോട്ട് എടുത്ത് ചെറിയ 10 പോയിൻറ്റിൽ ഇത്രയും ലോസ് വരുള്ളൂ അങ്ങനത്തെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ 10 പോയിൻറ്റ് SL ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ലോട്ട് എൻ്റെ ക്യാപിറ്റലിനനുസരിച്ചുള്ള ഒരു ലോട്ട് സൈസാണ് ഞാൻ മാനേജ് ചെയ്യണത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ലോസാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ലോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഒരു ലോട്ടിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു ലോട്ട് ചെയ്താൽ മതി. 2 ലോട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ 2 ലോട്ട് ചെയ്താൽ മതി. പ്രൈസ് കുറഞ്ഞതനുസരിച്ച് നമ്മൾ ലോട്ട് 100ലേക്കും 500ലേക്കൊക്കെ കൂട്ടി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയുള്ള കാര്യം. നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. അത് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ട്രേഡിൻ്റെ റിവീൽ ചെയ്യണത്. അപ്പോൾ കണ്ടിന്യൂസ്ലി 2-3 ട്രേഡ് ലോസ് ആയപ്പോൾ ഞാൻ എൻ്റെ ഇട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നല്ല. നമ്മൾ അത്രയും ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ലോഡിൻ്റെ ലോസ് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 2 ലോഡിൻ്റെ ലോസ് ഉണ്ടാവുള്ളൂ. എന്തായാലും നമ്മൾ ലോസാണ്. ടോട്ടലൊന്നും ഗ്രൂപ്പിൽ ലോസ് ഉണ്ടാവുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ലോസ് ഒരു ദിവസം വന്ന് പിറ്റേ ദിവസം പ്രോഫിറ്റിലേക്ക് പോകും. ഓരോ ടാർഗറ്റ് അടിച്ച് തീരാവുന്ന പ്രശ്നങ്ങളുള്ളതൊക്കെ മനസ്സിലായാലും. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് അങ്ങനെ ചെയ്യുക. പിന്നെ 2-3 ട്രേഡായപ്പോൾ 2 ട്രേഡ് ഫ്രീ ഗ്രൂപ്പിൽ ലോസ് വന്നപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. ഇനി ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങളുടെ റിസ്ക് ആണ്. 2 ട്രേഡ് കണ്ടിന്യൂസ്ലി ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു കോൺഫിഡൻസ് കുറവ് എന്തായാലും വരും. അപ്പോൾ അവിടെ പിന്നെ ട്രേഡ് ചെയ്യാൻ നിൽക്കണ്ട. അത്ര ഉള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്ത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയകളാണ്. നമുക്ക് ക്യാഷ് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ട്രേഡ് എടുത്ത് 4 ട്രേഡ് എടുത്ത് നിങ്ങൾ ലോട്ട് കൂട്ടി എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ലോസ് വരും.
അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ട്രേഡിങ്ങിൽ നിന്നിട്ട് കാര്യമില്ല. അതുകൂടിയും പറയാനുണ്ട്. നിങ്ങൾക്കത് അക്സെപ്റ്റബിൾ ആയിരിക്കണം. നിങ്ങൾ പ്രോപ്പറായിട്ട് എസ്എൽ ഇട്ടിരിക്കണം. നിങ്ങൾ പ്രോപ്പറായിട്ട് ബുക്ക് ചെയ്യാൻ പഠിച്ചിരിക്കണം. ഇനി പാർഷ്യൽ ബുക്ക് ചെയ്ത് ട്രെയിൽ ചെയ്യാൻ പഠിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം. ലോസ് വരുമ്പോൾ പേടിച്ചിട്ടും പ്രോഫിറ്റ് വരുമ്പോഴും പേടിച്ചിട്ടും ഈ രണ്ട് പേടി വെച്ചിട്ട് കാര്യമില്ല. ഫിക്സഡ് എസ്എൽ വയ്ക്കുക. എസ്എൽ അടിച്ച് തന്നെയാണ്. പ്രോഫിറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ ഇരുന്നാലാണ് കാര്യം നടക്കുള്ളൂ. പിന്നെ നമ്പേഴ്സ്, ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ ഒരു എമൗണ്ട് ലോസ് കാണിച്ചു. ബേസിക്കലി അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഞാൻ ആ ലോസ് ഇത്ര ആ നമ്പേഴ്സ് നോക്കിയിട്ടല്ല ലോസ് ബുക്ക് ചെയ്യണേ. ഞാൻ എക്സാക്റ്റ് എസ്എൽ അടിക്കുമ്പോഴാണ് ഇറങ്ങണത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നമ്പേഴ്സിനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു പാനിക് സിറ്റുവേഷൻസും നിങ്ങൾക്ക് അവിടെ ഇറങ്ങണം, പെട്ടെന്ന് ഇറങ്ങണം. എസ്എൽ വെച്ചിട്ടുണ്ട്, എന്നാലും അതിന് മുമ്പ് ഇറങ്ങണം ഒരു സിറ്റുവേഷൻസൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും. അതൊക്കെ മാറ്റി വയ്ക്കുക. അതൊന്നും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വരണം. അതായത് ഫിക്സഡ് എസ്എൽ വയ്ക്കുക, ടാർഗറ്റിലേക്ക് പോകുന്ന നേരത്ത് പാർഷ്യൽ ബുക്കിങ് ചെയ്യുക, ട്രെയിൽ ചെയ്യുക. ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞ കാര്യങ്ങളാണ്. നമ്പർ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ എസ്എൽ വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ബോധത്തേക്ക് വരിക. അപ്പോൾ പിന്നെ നമുക്ക് ഇത്ര ലോസ് വരുള്ളൂ. നിങ്ങൾ 50,000 ക്യാപിറ്റൽ വേണമെന്നു ഒരു ട്രേഡ് എടുത്തു, 300 എടുത്തു, അതിൽ 10 പോയിന്റ് പോയി 3,000 രൂപ പോകും. ആ 3,000 പോകുന്നു നിങ്ങൾക്ക് ഫസ്റ്റ് പഠിക്കുക. അത് നിങ്ങളുടെ മനസ്സിനെ ഫസ്റ്റ് പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ട്രേഡ് എടുക്കുമ്പോൾ 300-3,000 തന്നെയാണ് ലോസ് വരണുള്ളൂ. അതിൻ്റെ 1 രൂപ മുകളിലേക്ക് പോകണില്ലല്ലോ. എസ്എൽ പ്രോപ്പറായിട്ട് ഇടുക. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായാലേ? നിങ്ങൾ ട്രേഡുകൾ ഹോൾഡാക്കി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്രയ്ക്ക് കാര്യങ്ങൾ പറയാനുള്ളൂ. നിങ്ങൾ ട്രേഡിംഗ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്യുക. അപ്പോൾ അത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റുഡൻറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തേക്ക്. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ.